الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلوا لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار ഏറെ ബഹുമാനമുള്ള ആദരണീയരായ നമ്മുടെ പിരുസത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെട്ടോ എല്ലാവരെയും എന്നെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയ ഈ ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങളിൽ, നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് അത് ഇസ്ലാമാകുന്ന നിഅമത്തായിട്ട് നിഅമത്തുൽ ഇസ്ലാം, നിഅമത്തു തൗഹീദ്, തൗഹീദായിട്ടിരിക്കുന്ന നിഅമത്തായിട്ടിക്കറ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചതായിട്ടിക്കരെ ലക്ഷത്തിൽ പരം വരുന്ന അംബിയാ മുർസലുകൾ അവരുടെ സമുദായത്തെ ക്ഷണിച്ചതും ഈ മഹത്തായ നിഅമത്തിലേക്കായിട്ടിക്കറിയെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ അവർക്ക് ഇതിന് തടസ്സമായി നിന്നിട്ടുള്ളത് അവരുടെ കാലഘട്ടത്തിലുള്ള പ്രമാണിമാരായിരുന്നു. അവർക്ക് നേരെ എതിരായി അവരുടെ ശത്രുക്കളായി മാറിയത് ഈ പ്രചരണത്തിനെതിരിൽ പ്രമാണിമാരായിരുന്നു. അതേപോലെ തന്നെ പണ്ഡിതന്മാരും പുരോഹിതവർഗവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടായിട്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചും കൊണ്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. എല്ലാ സത്യവിശ്വാസികളെയും. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പലപ്പോഴും ഈ ആയത്ത് നാം കേൾക്കുന്ന ആയത്താണ്, പക്ഷേ അതിൻ്റെ ഉൾസാരത്തിലേക്ക് നാം കടക്കുന്നില്ല. എന്താണ് അവിടെ അല്ലാഹു തആല പറയുന്നത്? ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ആധുനിക ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ അല്ലാഹു തആല ചൊല്ലുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, തീർച്ചയായും അഹ്ബാറുകളിലും റുഹ്ബാനുകളിലും പെട്ട ചെമ്മ ആളുകൾ കുറച്ചാളുകളെന്നല്ല, ചെമ്മ ആളുകളും ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സ്വത്തുക്കൾ സമ്പാദ്യങ്ങൾ അന്യായമായി തിന്നുന്നവരാണ്. ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുന്നവരാണ് ആര്? അഹ്ബാറുകൾ റുഹ്ബാനുകളിൽപ്പെട്ട അധികം ആളുകളും. അതാരാണ് നമുക്ക് വിശദീകരിക്കാം. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണവർ. അവർക്ക് അന്യായമായ നിലക്ക് ജനങ്ങളുടെ സമ്പത്ത് ഭുജിക്കണമെങ്കിൽ, തിന്നണമെങ്കിൽ അവരെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയണം. അങ്ങനെ തടയുമ്പോൾ മാത്രമാണ് അവർക്ക് അന്യായമായ നിലക്ക് ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ പറ്റുക എന്ന് അല്ലാഹു തആല സത്യവിശ്വാസികളോടാണ് പറയുന്നത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. എന്ത്? അഹ്ബാർ റുഹ്ബാനുകളിൽപ്പെട്ട അധികം ആളുകളും. എന്താണ് അഹ്ബാറുകളെന്ന് പറഞ്ഞാൽ? എന്താണ് റുഹ്ബാനുകളെന്ന് പറഞ്ഞാൽ? അഹ്ബാർ എന്നവിടെ അല്ലാഹു തആല പറഞ്ഞത് ഈ യഹൂദവർഗത്തിൽപ്പെട്ട ജൂതവർഗത്തിൽപ്പെട്ടവർക്കാണ്, ജൂതവർഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കാണ്, യഹൂദ പണ്ഡിത വർഗത്തിൽപ്പെട്ടവർക്കാണ് അല്ലാഹു തആല അഹ്ബാർ എന്നവിടെ പറഞ്ഞത്. റുഹ്ബാൻ എന്ന് പറഞ്ഞതോ ക്രിസ്തീയ വർഗത്തിൽപ്പെട്ട പുരോഹിതന്മാർക്കുമാണ്. അപ്പോൾ യഹൂദ പണ്ഡിത വർഗത്തിൽപ്പെട്ടവരും ക്രിസ്തീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരും അവരിൽ അധികമാളുകളും ജനങ്ങളുടെ സമ്പത്തിനെ അന്യായമായി തിന്നുന്നവരാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുന്നവരാണ് മുഅ്മിനുകളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. എന്തിനാണ് ഇവിടെ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? അതൊന്ന് മനസ്സിലാക്കണം. അതായത് ജൂത ക്രിസ്തീയ പണ്ഡിത പുരോഹിതന്മാരുടെ ഈ സ്വഭാവം മുസ്ലിമീങ്ങളെ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം അറിയിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? സത്യവിശ്വാസികളെ, ഈ ജൂത ക്രിസ്തീയ പണ്ഡിത പുരോഹിതന്മാരുടെ ഈ സ്വഭാവം, ഈ സമ്പ്രദായം നിങ്ങളിലുണ്ടാകാൻ പാടില്ല മുസ്ലിമീങ്ങളെ, മുഅ്മിനുകളെ. കാരണം നിങ്ങൾ ഉത്തമ സമുദായക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ അറിയിക്കുന്നുണ്ട്. ഇനി നാം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു അഹ്ബാർ റുഹ്ബാനുകളിൽപ്പെട്ട
യഹൂദ പണ്ഡിതവർഗത്തിൽപ്പെട്ട ജൂത ക്രിസ്തീയ പുരോഹിത പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ എങ്ങനെയായിരുന്നു ജനങ്ങളുടെ സമ്പത്തിനെ അന്യായമായി തിന്നത് അത് നാം മനസ്സിലാക്കാം. അതായത് അവർ ജനങ്ങൾക്ക് അവർ വളരെ മോശമായ നിലക്ക് അവരുടെ ഹിതത്തിനനുസരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ഫത്വ നൽകിയിരുന്നു. ഇതാണ് ഒന്ന്. അതായത് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ജനങ്ങളെ നോക്കിയിട്ട് ജനങ്ങളുടെ ഹിതമനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ഫത്വകൾ പുറപ്പെടുവിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ ഫത്വ പുറപ്പെടുവിക്കാൻ ജനങ്ങൾക്ക് ഹിതകരമായ നിലക്ക് ഫത്വ പുറപ്പെടുവിക്കാൻ ചിലപ്പോ അവർ കോഴയും കൈക്കൂലിയും കൈമടക്കും അവർ വാങ്ങിയിരുന്നു. ഈ നിലക്കെല്ലാം അന്യായമായ നിലക്ക് അവർ ജനങ്ങളുടെ സമ്പത്തിനെ തിന്നിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു നിലക്ക് അവർ അന്യായമായ നിലക്ക് ജനങ്ങളുടെ സമ്പാദ്യം തിന്നിരുന്നത് ഖബർസ്ഥാനുകളിലൂടെയായിരുന്നു. മനസ്സിലാക്കണം, ഖബർസ്ഥാനങ്ങളിലൂടെയും അതേപോലെ തന്നെ പുണ്യവാളന്മാരുടെയും പേരിലെല്ലാം തന്നെ നേർച്ച വഴിപാടുകൾ സ്വീകരിച്ചും കൊണ്ട് അന്യായമായ നിലക്ക് ജനങ്ങളുടെ സമ്പത്ത് അവർ തിന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ആ ജൂത പുരോഹിത വർഗത്തിൽ ജൂത ക്രിസ്തീയ പണ്ഡിത പുരോഹിത വർഗത്തിന്റെ ആ മാർഗം നിങ്ങൾ സ്വീകരിച്ചു പോകരുതേ എന്ന് സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എച്ചരിക്ക കൊടുക്കുന്ന താക്കീത് നൽകുന്ന ഭാഗമാണ് ആ ആയത്തിലൂടെ സൂറത്തു തൗബയുടെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഇനി നമുക്ക് ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാനുണ്ട്. നമ്മുടെ സമുദായത്തെ ഈ മുസ്ലിം ഉമ്മത്തിനെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞും കൊണ്ട് ഈ ദീനിനെ നശിപ്പിക്കുന്നത്, ഈ ദീനിനെ സമ്പൂർണമായി നശിപ്പിക്കുന്നത് ഈ സമുദായത്തിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പരിശോധിക്കാം, നമുക്ക് പഠിക്കാം, ഈ സമുദായത്തെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ് ഈ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കോലം കണ്ടാൽ, അവരുടെ ശക്ല് കണ്ടാൽ, ഇപ്പോഴെങ്കാലും അവർ മരിച്ചു പോയാൽ നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പോകുന്ന അങ്ങനെയുള്ള ഹാവഭാവാദികൾ, അങ്ങനെ അവരുടെ പാണ്ഡിത്യവും അവരുടെ പൗരോഹിത്യവും മറയാക്കിയും കൊണ്ട് ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തടയും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രമാണമാണ്, അല്ലേ? നമ്മുടെ പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ, ഒന്നാമത്തെ പ്രമാണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് നമ്മുടെ പ്രമാണം. നോക്കുക, പരിശുദ്ധ ഖുർആനിന്റെ വലിയ ഒരു ഭാഗം, പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം നാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിലൊക്കെ വിശദീകരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്വമാണ്, അല്ലേ? റബ്ബുൽ ആലമീനായ, ഖാലിഖായ, റാസിഖായ, സമീആയ, ബസീറായ, അലീമായ, ഖദീറായ അല്ലാഹുവിന്റെ മഹാമഹിമയാണ്, അല്ലാഹുവിന്റെ മഹാഖുദ്റത്താണ്, അല്ലാഹുവിന്റെ ഏകത്വം, അവന്റെ വഹ്ദാനിയത്ത്, അവൻ മാത്രമാണ് ആരാധ്യൻ, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉത്തരം നൽകുന്നവൻ അവൻ മാത്രമാണ് എന്ന് വിശദീകരിച്ചു തരുന്ന ഭാഗങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗവും. അത് തന്നെ അല്ലാഹു തആല വിശദീകരിച്ചു തരുന്നതോ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്കാണ് അല്ലാഹുവിന്റെ പളക്കം. അല്ലാഹുവിന്റെ ആ പളക്കത്തിന്റെ ശൈലി ആർക്കും സമൂഹത്തിലെ വളരെ ലോവസ്റ്റ് പൊസിഷനിൽ നിന്ന് ഹയസ്റ്റ് പൊസിഷനിലുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്കുള്ള സംസാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കി വിശദീകരിച്ചു തരുന്നത്. ഒരു ഡിഫിക്കൽട്ടിയും അതില്ല മനസ്സിലാക്കാൻ.
നിങ്ങൾ നോക്ക്, പല ഉദാഹരണങ്ങളും അല്ലാഹു തആല ഈ കാര്യം സമർത്ഥിക്കാൻ വേണ്ടി. അല്ലാഹു ഏകനാണ്, അവൻ മാത്രമാണ് ആരാധിക്കാൻ അർഹനായിട്ടുള്ളത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവൻ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അതിനെ ഉദാഹരണങ്ങളിലൂടെ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്കാണ് അല്ലേ? എത്ര നല്ല മനോഹരമായ നിലക്ക്. മനുഷ്യരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. അള്ളാഹ് പറയുന്നതാണ്. എത്ര നല്ല ഒരു ശൈലിയാണ്. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ ആ ഒരു ശൈലി നിങ്ങൾ നോക്കി. മനുഷ്യരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അള്ളാഹു അല്ലാത്ത എന്നെ വിട്ട് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ വസ്തുക്കളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ചെറിയ ജീവിയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമോ? അള്ളാഹ് ചോദിക്കുന്ന, ഉദാഹരണത്തിലൂടെ ചോദിക്കുന്ന, എത്ര ലളിതമായ സരളമായ ഭാഷയിലാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഒരു ചെറിയ ഒരു നൊണ, ഒരു ഈച്ച, അല്ലെങ്കിൽ ഒരു ഇറുവ, ഒരു ഉറുമ്പ്, അല്ലെങ്കിൽ ഒരു സൊള്ള, ഒരു കൊതുകിനെ സൃഷ്ടിക്കാൻ അവക്ക് സാധിക്കുമോ? നിങ്ങൾ ആരാധിക്കുന്ന, പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപാസന നടത്തുന്ന ആ വസ്തുക്കൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, വേണ്ട, അവർ സൃഷ്ടിക്കുന്നത് വേണ്ട. നിങ്ങൾ ആരാധിക്കുന്ന ആ വസ്തുക്കളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതായ നൈവേദ്യങ്ങളും പഴങ്ങളും മറ്റു എന്തെല്ലാം പൂജാ വസ്തുക്കളുണ്ടോ, ആ പൂജാ വസ്തുക്കളിൽ നിന്ന് വല്ലതും തട്ടിപ്പറിച്ചാൽ, ഈ വസ്തുക്കൾ വല്ലതും കൊണ്ടുപോയാൽ എന്ന് വേണ്ട, നിങ്ങളോട് വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ആ സ്ഥലങ്ങളിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, ആ വിളക്കെങ്കാലും മഴ വന്നോ കാറ്റ് വന്നോ ഒന്ന് കെട്ടുപോയാൽ, പൊളിഞ്ഞു പോയാൽ, അതിനെ പോലും തടുക്കാൻ അവർക്ക് സാധിക്കുമോ? മനുഷ്യരെ, അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എത്ര നല്ല സുന്ദരമായ ശൈലിയിലാണ്. നോക്കൂ, പ്രാർത്ഥിക്കുന്നവരും ആരോടാണോ പ്രാർത്ഥിക്കപ്പെടുന്നവരും എത്രമാത്രം ബലഹീനമാണ്, എത്രമാത്രം ബലഹീനനാണ്. അപേക്ഷിക്കുന്നവരും അപേക്ഷിക്കപ്പെടുന്നവരും എത്രമാത്രം ബലഹീനനാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇത് ഖുർആനാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ, അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയി. ആ പണ്ഡിതന്റെ പേരാണ് മാണിയൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാണിയൂർ പ്രദേശത്തുകാരനായ ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. നിങ്ങൾ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും, അറിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പണ്ഡിതൻ മരണപ്പെട്ടു പോയാലോ, ആര് മരണപ്പെട്ടു പോയാലോ നമ്മൾ ചീത്ത വിളിക്കുന്നില്ല, പാടില്ല. അത് ഒരു ദോഷവും നമുക്ക് പറയാനില്ല, അങ്ങനെ പറയാനും പാടുള്ളതല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണ്. ലാ തസുബ്ബുൽ അംവാത് ഫഇന്നഹും ഖദ് അഫളൂ ഇലാ മാ ഖദ്ദമു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, മരിച്ചു പോയാൽ പിന്നെ നിങ്ങൾ അവരെ ചീത്ത പറയാൻ പാടില്ല. മരിച്ചു പോയവരെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം അവർ ദുനിയാവിൽ ചെയ്ത അമലുകളുമായി, നല്ലതോ കെട്ടതോ ആകട്ടെ, ആ അമലുകളുമായി അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ കാര്യം തീരുമാനിക്കും. നിങ്ങൾ അവരെ ചീത്ത പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമ്മൾ ആരെയും ചീത്ത പറയുന്നില്ല. എന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത്, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അയാളുടെ ഖബറ് കുഴിക്കുന്നത്, അയാളെ മറവ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും പൊതുസ്ഥലത്തല്ല. പിന്നെ അയാളുടെ ഖബർ എവിടെയാണ് ഉണ്ടാക്കുന്നത്? അയാളുടെ സ്വന്തം അയാളുടെ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വീട് തന്നെ പൊളിച്ച് അവിടെയാണ് ഖബർസ്ഥാൻ ഉണ്ടാക്കുന്നത് അയാളെ മറവ് ചെയ്യാൻ. ചിന്തിച്ചു നോക്കണം. ലോകത്ത് ഒരുപാട് അതിൻ്റെ മുമ്പ് അയാളെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആളുകൾ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരാരെയും അങ്ങനെ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ മറവ് ചെയ്യപ്പെട്ടതായി നമുക്കറിയപ്പെട്ടിട്ടില്ല. നമുക്ക് ഈ സന്ദർഭത്തിൽ അവരോട് ചോദിക്കാനുള്ളത് നമ്മുടെ ചോദ്യമല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ചോദ്യമാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുൽ കിറാം മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാം. ലോകത്തിൻ്റെ നാനാഭാഗത്തും റസൂലുള്ളാഹിന്റെ സഹാബത്ത് അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പല ഭാഗങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും മരണപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലും ചില സഹാബത്തിൻ്റെ ഖബറുകൾ ഉള്ളതായി ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്.
ഇനി വേണ്ട നോക്ക്, മദീനയിൽ 12,000-ൽ അധികം സഹാബികളുടെ ഖബർ നമുക്ക് മദീനയിൽ കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ സഹാബികൾക്ക് അവരുടെ വീടുണ്ടായിരുന്നില്ലേ? ആ സഹാബികളുടെ ഖബർ അവരുടെ വീട്ടിലാണോ മറവ് ചെയ്തത്, അതല്ല പൊതു ശ്മശാനത്തിലാണോ? ചിന്തിച്ചു നോക്കണം. അമ്പിയാക്കന്മാരുടെ കാര്യം ഇതിൽ നിന്ന് വിപരീതമാണ്. അമ്പിയാക്കളുടെ കാര്യമെന്ന് വെച്ചാൽ അവർ എവിടെയാണോ അമ്പിയാക്കന്മാർ വഫാത്താകുന്നത് അവിടെ വെച്ച് തന്നെ അവരെ ഖബർ ചെയ്യണം, അവരെ മറവ് ചെയ്യണമെന്നത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ടതായിരിക്കുന്ന ഖബർ മറമാടിയത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലല്ല, പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്തത്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ മാറത്ത് തല ചായ്ച്ചും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് യാത്രയായത്. അങ്ങനെ എത്ര സഹാബികൾ, പ്രവാചകന്മാരല്ലാത്ത സഹാബികൾ മരണപ്പെട്ടു പോയി. അവരെയെല്ലാം തന്നെ മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അവരുടെ വീട്ടിലല്ല. എന്നാൽ ഈ മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഖബർ ഒരു റൂം പൊളിച്ചും കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് മറവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? അവിടെയാണ് നമുക്കുള്ളത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പണമുണ്ടാക്കൽ മാത്രമാണ്. ഖബറിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. നോക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് അത് പിന്നീട് പണമാകുന്നത്, കച്ചവടമായി മാറുന്നത്? ആദ്യമായിട്ട് ഖബറുണ്ടാക്കും, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ ഖബറിൻ്റെ മേൽ സിമെൻറ്റും ഗുമ്മായും എല്ലാം തന്നെ തേക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അതിൽ ഒരു എക്സ്ട്രാ ബിൽഡിംഗ് ഒക്കെ വെച്ചും കൊണ്ട് അതിലിങ്ങനെ എടുപ്പുകൾ എടുക്കും. എന്നിട്ട് പിന്നീട് വാർഷികവും ആണ്ട് നേർച്ചയും ഉറൂസും ഉണ്ടാകും. അതിന് വേണ്ടി ഒരുപാട് ഏജന്റുകൾ വരും. അവരോട് വന്നിട്ട് ഇതാ ഈ മനുഷ്യൻ മഹാനാണ്, ഈ മനുഷ്യൻ വളരെ വിശുദ്ധനാണ്, ഈ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ നിലക്കുള്ള വിശുദ്ധനാക്കിയും കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. കാരണം അങ്ങനെ പറയുമ്പോൾ ആളുകളൊക്കെ അവിടെ വരും, ഇതാ ഈ മനുഷ്യൻ കറാമത്തുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് കള്ള കറാമത്തുകളും അയാവി കഥകളും എല്ലാം തന്നെ അയാളുടെ പേരിൽ അവരിങ്ങനെ കെട്ടിച്ചമക്കും. എന്നിട്ട് പറയും, നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഈ മരിച്ചു കിടക്കുന്ന ആളോട് നിങ്ങൾ പറയൂ. ഇയാളെന്താക്കും? നിങ്ങളുടെ കാര്യം അള്ളാഹുവോട് പോയിട്ട് പറയും. അങ്ങനെ അള്ളാഹു തആല നിങ്ങളുടെ കാര്യം ഹാസിലാക്കി തരും. ഇതാണ് ഈ ജാറങ്ങളുടെ, ദർഗകളുടെ ആകത്തുക. ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഏത് ദർഗകളും ജാറങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജന്റുമാർ, അതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കുന്ന പുരോഹിത വർഗം, അവർക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇതതിൻ്റെ ഒരു സമ്മറിയാണ്. ഞാൻ സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഇതല്ലാണ്ട് വേറൊന്നും അവർക്ക് പറയാനില്ല. ആളുകളെ ഖബറിലേക്ക് അവർ ആകർഷിക്കുന്നത്, ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക് അവർ ആകർഷിക്കുന്നത് ഇങ്ങനെ പറഞ്ഞും കൊണ്ടാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വലിയ മഹാനാണ്, കറാമത്തുള്ള മനുഷ്യനാണ്, സ്വർഗാവകാശിയാണ്, നിങ്ങളൊന്നും ഇയാളെ പോലത്തെ ആളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങളും സങ്കടങ്ങളും കഷ്ടസങ്കഷ്ടങ്ങളും എന്തുണ്ടായാലും എല്ലാം ഈ മരിച്ചു കിടക്കുന്ന മഹാനോട് പറഞ്ഞാൽ, ഇയാൾ നിങ്ങളുടെ കാര്യം അള്ളാഹുവോട് പറഞ്ഞാൽ അള്ളാഹു തആല അത് കേൾക്കും, അത് പൂർത്തീകരിച്ചു തരും. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയാൽ അത് സാധ്യമല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ വല്ല വിശുദ്ധിയോ വല്ല വിശുദ്ധന്മാരായി മഹാന്മാരായി സ്വർഗാവകാശികളായി വഹിയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് പ്രഖ്യാപിക്കാൻ വല്ല അർഹതയുമുണ്ടോ? മനസ്സിലാക്കണം. വഹിയിന്റെ അടിസ്ഥാനത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഒരാളെ മഹാനായി വിശുദ്ധന്മാരായി സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. വഹിയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെയും നമുക്കൊരു മഹാനെന്നോ ഒരു വിശുദ്ധനാണെന്നോ ഒരു സ്വർഗാവകാശിയാണെന്നോ പ്രഖ്യാപിക്കാനുള്ള ഒരു അർഹതയുമില്ല. ഇത് ഹദീസിൽ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. കൃത്യമായി പറഞ്ഞ കാര്യമാണ് ഹദീസിൽ. മനസ്സിലായില്ലേ? നോക്ക്, ഒരു ഹദീസ് മാത്രം, കൂടുതൽ ഹദീസുകൾ ഇപ്പോൾ വിവരിക്കാൻ സമയമില്ല. ഒരു ഹദീസ് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കൂ. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. ആര്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ആരാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറഞ്ഞാൽ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സഹാബിയാണ്, മുഹാജിറായ സഹാബിയാണ്. ഹിജ്റയെ പറ്റി കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദർശം സംരക്ഷിക്കാൻ വേണ്ടി, ദീന് സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടുപോയവർ. അങ്ങനെയുള്ള മുഹാജിരീങ്ങളിൽപ്പെട്ട സാബിഖീങ്ങളിൽപ്പെട്ട അല്ലാഹു തആല റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ ആ സാബിഖീങ്ങളിൽപ്പെട്ട മുഹാജിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഒരു അൻസാരി പെണ്ണ്, ഒരു അൻസാരി സ്ത്രീ, അതായത് മദീന നിവാസിയായ ഒരു അൻസാരി സ്ത്രീ ഉമ്മുൽ അലാ എന്ന സ്ത്രീ പ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? റഹ്മത്തുള്ളാഹി അലൈക ലഖദ് അക്രമകല്ലാഹ്. ഇതാണ് പറഞ്ഞത്. എന്തിനെ? അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിൽ ഉണ്ടാകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് കറാമത്ത് നൽകി എന്ന് പറഞ്ഞാൽ നല്ല വിശുദ്ധമായി നിങ്ങൾ മഹാനാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നില്ല. ഇന്നൊക്കെ ഇനി ഈ ജാറങ്ങൾ ദർഗകൾ, ഇനി മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന ആളെ പേരിൽ ജാറമുണ്ടായി, എന്നിട്ട് അവിടെ ഇങ്ങനെ വാർഷികവും മറ്റുമുണ്ടാകുമ്പോൾ ഒക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. ഇയാളിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് ഒരു വാക്ക് ഈ സ്ത്രീയിൽ നിന്ന് വന്നുപോയി. അല്ലാഹു നിങ്ങൾക്ക് കറാമത്ത് നൽകിയിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടു. ഇത് കേട്ടപ്പോൾ റസൂൽ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഉമ്മുൽ അലാ എന്ന സ്ത്രീയോട് ചോദിക്കുകയാണ്, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു. സഹോദരി, നിക്കെങ്ങനെ പിടിയായത് ഇത്? നിക്കെങ്ങനെ പിടിയായത്? അല്ലാഹു തആല അയാൾക്ക് കറാമത്ത് നൽകി, അയാളെ അല്ലാഹു വിശുദ്ധനാക്കി, അല്ലാഹു അയാളെ മഹാനാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പിടിയായി? റസൂലുള്ള ചോദിച്ച ചോദ്യമാണ്. ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പൊ ആ സ്ത്രീ കുറെ സംഗതികളൊക്കെ പറഞ്ഞു. സഹാബിയല്ലേ, നിങ്ങൾ ദീന് പഠിച്ചവരല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ആ സ്ത്രീ പറഞ്ഞു നോക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സഹോദരി, അദ്ദേഹത്തിന് ഇപ്പം മരണം ആസന്നമായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. വല്ലാഹി ഇന്നി ലഅർജുൽ ഖൈറ, ഞാൻ അയാൾക്ക് നന്മയെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, വല്ലാഹി മാ അദ്രി മാ യുഫഅലു ബി, അല്ലാഹുവിന്റെ റസൂലായ ഞാൻ നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയൂല. നാളെ എന്തര ഉണ്ടാകൊണ്ട് നിനക്ക് പിടിയില്ല. ഇത് കേട്ടപ്പോ ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഒരാളെയും വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കാൻ നമുക്ക് അർഹതയില്ല എന്ന് ആ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നെന്തെന്ന്, വല്ലാഹി ലാ യുസക്കി അഹദൻ ബഅദഹു അബദാ, റവാഹുൽ ബുഖാരി. അതിൻ്റെ ശേഷം ഞാൻ ഒരാളെയും ഞാനൊരു വിശുദ്ധനായി ഞാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഈ വാക്ക് കേട്ടതിൻ്റെ ശേഷം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. വഹ്യിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെയും മഹാനാണ്, വിശുദ്ധനാണ്, സ്വർഗാവകാശിയാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് അർഹതയില്ല. പിന്നെയല്ലേ ഇവിടെ മാണിയൂർ എന്ന് പറയുന്ന ആൾ, ഇത് സഹാബിയാണ്. പ്രിയമുള്ളവരെ, ഒരു സഹാബിയെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രകാരം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കം ഫത്ഹിന്റെ ഒരു സന്ദർഭം നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കം ഫത്ഹായ സന്ദർഭത്തിൽ വല്ലാത്ത സന്തോഷിച്ച ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത സന്തോഷമുണ്ടായ ഒരു രംഗം എന്തായിരുന്നത്? അതായത് മൂർത്തികളെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കിയതായ ആളുകൾ അവരുടെ സ്വന്തം കൈ കൊണ്ട് ആ മൂർത്തികളെയും വിഗ്രഹങ്ങളെയും ആ നാളിൽ തച്ചുടക്കുന്നത് കാണുന്നു റസൂലുള്ളാഹ്. എന്ന് പറഞ്ഞുകൊണ്ട് തച്ചുടക്കുന്നത് കാണുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്.
അലിയെ ഇങ്ങോട്ട് വാ, ലാ തദഉ തിംസാലൻ ഇല്ലാ തമസ്തുഹു. ഒന്ന് പുറത്തു പോയി നോക്ക്, ഇവരൊക്കെ വിഗ്രഹങ്ങളെ മൂർത്തികളെയൊക്കെ തച്ചുടച്ചിട്ടുണ്ട്, പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വിഗ്രഹം കൂടെ കുത്തനെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് അലി റളിയല്ലാഹു അൻഹു അയക്കുന്നു. എന്തിനു വേണ്ടി? അങ്ങനെ കുത്തനെ നിൽക്കുന്നത് കണ്ടാൽ ക്രമേണ എന്താകും? അതിനൊന്ന് തകർക്കേണ്ട, അത് ഇപ്പൊ ഇരിക്കട്ടെ, അത് ഇബ്രാഹിം നബിന്റെ വിഗ്രഹമല്ലേ, അത് ഇസ്മായിൽ നബിന്റെ മൂർത്തിയല്ലേ, നമ്മളൊന്ന് ആരാധിക്കാതിരുന്നാൽ മതി, അതിന് സുജൂദ് ചെയ്യാതിരുന്നാൽ മതി, അങ്ങനെ ഇരിക്കട്ടെ, പൊളിക്കണ്ട എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ മുബീൻ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നോക്ക്, ഒരു വിഗ്രഹം, ഏതെങ്കിലും വിഗ്രഹം കുത്ത നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നീ എന്താക്കണം? നിർമാർജനം ചെയ്യണം, നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് റസൂലുള്ള പറയുന്നത് എന്താണെന്ന് അറിയാമോ? വലാ ഖബറൻ മുശ്രിഫാ. എന്ത്? വലാ ഖബറൻ മുശ്രിഫാ. പൊങ്ങി നിൽക്കുന്ന ഖബറുണ്ട്, ഖബറുള്ളത് നീ കണ്ടാൽ ഇല്ലാ സവൈതഹു, അതിനെ നീ സമനിരപ്പാക്കണം. അലിയേ, മനസ്സിലായില്ലേ? ഖബർ എവിടെയെങ്കിലും പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ അതിനെ സമനിരപ്പാക്കണം. അള്ളാഹുവിന്റെ റസൂലും മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ച കാര്യമാണ്. അവിടെ ഖബർ എന്ന് പറഞ്ഞത്, ഇപ്പൊ ഈ പൂജാരികൾക്ക്, ഖബർ പൂജാരികൾക്ക് ഈ ഹദീസൊക്കെ, ഇത്തരത്തിലുള്ള ഹദീസുകൾ കേട്ടാൽ സഹിക്കുന്നില്ല. അപ്പോൾ അവർ പിന്നെ നോക്കും, അതിനെങ്ങനെയെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുമോ? ഹദീസ് മുസ്ലിമിലുള്ള ഹദീസാണ്, വളരെ വ്യക്തമാണ് കാര്യം, വളരെ ക്ലിയർ ആണ്. പൊങ്ങി നിൽക്കുന്ന, വയർന്നു നിൽക്കുന്ന ഖബറിനെ പൊളിക്കണമെന്നല്ല, അതിനെ നിരപ്പാക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, കൽപ്പിച്ചത്. അപ്പോൾ അവരെന്താക്കും? ദുർവ്യാഖ്യാനം ചെയ്യാൻ നോക്കും, അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കും. അത് ഖബറുണ്ട് ചെന്നെങ്കിൽ ആ ഖബർ അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് അത് മുസ്ലിമീങ്ങളുടെ ഖബറല്ല, അത് മുശ്രിക്കീങ്ങളുടെ ഖബറാണ് എന്നൊക്കെ അവർ വ്യാഖ്യാനിക്കാൻ നോക്കും. നോക്ക്, മുസന്നഫ് അബ്ദുർ റസാഖിൽ വളരെ കൃത്യമായ നിലക്ക് അദ്ദേഹം പറഞ്ഞു, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവോട് സമനിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞത് യഅനി ഖുബൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖബറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ജാറങ്ങൾ, ദർഗകൾ അത് പിന്നീട് ശിർക്കിന്റെ കേന്ദ്രമായി മാറുന്നു. അതിന്റെ പിന്നാലെ ഉള്ള ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങൾ ആദ്യമായി ഓതി കേൾപ്പിച്ച ആയത്താണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായ നിലക്ക് തിന്നുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജാറങ്ങൾ, ദർഗകളൊക്കെ ഉണ്ടാകുമ്പോൾ നാം പേടിക്കണം, അത് ശിർക്കിൻ്റെ കേന്ദ്രമായി മാറുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരായിട്ട് അഞ്ഞടിക്കാനാണ് ഇതുപോലത്തെ മിമ്പറുകൾ, മെഹ്റാബുകൾ നാം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത്ര സരളമായ നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഖുത്ബ കേട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിൽ ജാറങ്ങളോടോ ദർഗയോടോ എന്തെങ്കിലും മമതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം. ഒരു കാരണവശാലും ജാറങ്ങൾക്കോ ദർഗങ്ങൾക്കോ സഹായകമാകുന്ന യാതൊന്നും നിങ്ങളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ആ പൈസ പോലും കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നത് മാത്രമല്ല, ഇങ്ങോട്ട് കിട്ടിയാൽ വാങ്ങാനും പാടില്ല. അത് എന്തെങ്കിലും ഭക്ഷണത്തിന്റെ രൂപത്തിലായാലും വേറെ ഏതെങ്കിലും സഹായത്തിന്റെ പുസ്തകങ്ങളുടെ നോട്ട് ബുക്കുകളോ ടെക്സ്റ്റുകളോ, ഞങ്ങൾ ദർഗയുടെ പേരിൽ കുറെ സദഖകൾ കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമർത്ഥിക്കുന്നവരുണ്ട്. വേണ്ട, ദർഗയുടെ, ജാറങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട എന്ന് നാവിലൂടെ തുറന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ യഥാർത്ഥ തൗഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച് അതേ അവസ്ഥയിൽ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വതിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ചല്ലോ. 1447 മുഹറം മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചത്.
ഈ മുഹറം മാസം എന്ന് പറയുന്നത് പവിത്രമായ മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മുഹറം മാസത്തിലെ 10-ാമത്തെ ആശൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നോമ്പ് ഒരുപാട് ചരിത്ര പശ്ചാത്തലമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നൊരിക്കൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ആ 10-ാമത്തെ ദിവസത്തിന് പ്രത്യേകമായ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നോറ്റതായി നമുക്ക് ഹദീസുകളിൽ കാണാം. നുബുവത്ത് കിട്ടിയതിന് ശേഷവും മദീനയിലേക്ക് പോയതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടു കൂടി നോറ്റ നോമ്പാണ് ആശൂറ നോമ്പ്. അവസാന ഘട്ടത്തിൽ തസ്ഊഅനെ സംബന്ധിച്ച് പറഞ്ഞു, ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി മുഹറം 9-ാമത്തെ നോമ്പും. അതുകൊണ്ട് മുഹറം 9, 10 ആ 2 നോമ്പും അത് സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ്. പൊതുവെ മുഹറം മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കൽ നല്ലതാണ്, സുന്നത്താണ്. പ്രത്യേകിച്ചും ഈ 9, 10 അത് നമുക്ക് നാളെയും നാളെക്കലിയുമാണ്. ഇവിടെ നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാന ഫലഭാഗത്തും നിലാവ് കണ്ടതിന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി നിലാവ് കണ്ടതനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിലാൽ കമ്മിറ്റി അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെയും നാളെക്കലിയും ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് മുഹറം 9, 10 ഈ 2 ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോമ്പ് തോൽക്കണം. ഇനി തിങ്കളാഴ്ചയും കൂടി നോക്കിയാൽ അത് പിന്നെയും നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഈ മൂൺ സൈറ്റിംഗ്, ഈ ചന്ദ്രദർശനത്തിൻ്റെ വിഷയത്തിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില അഭിപ്രായങ്ങളൊക്കെ ഈ മംഗലാപുരത്തിൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്, അതൊക്കെ അറിയാം. മനസ്സിലായില്ല? അപ്പം അതിൻ്റെ വിഷയത്തിൽ കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ല, പ്രശ്നമില്ല. ഇത് മുഹറം മാസമാണ്. നോമ്പിൻ്റെ വിഷയം വരുമ്പോൾ, പെരുന്നാളിൻ്റെ വിഷയം വരുമ്പോൾ ചിലപ്പോൾ വിവാദമാകുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ മുഹറമിലോ ഒരു പ്രശ്നവും ആക്കേണ്ട ആവശ്യമില്ല. കാരണം ധാരാളമായി നമുക്ക് നോമ്പ് നോൽക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെയും നാളെക്കലിയും, ഇനി ഒരാൾക്ക് മറ്റേനാൾ നോമ്പ് നോൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും സുന്നത്തായതാണ്, പ്രതിഫലങ്ങൾ ഇരട്ടി ലഭിക്കുന്നതാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ, പ്രത്യേകിച്ചും ഈ മാസത്തിൽ തിന്മകളിൽ നിന്നിട്ട് ദൂരെ നിൽക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം. പള്ളിയുടെ മെയിൻ്റനൻസും കറണ്ടിൻ്റെ ബില്ല് തന്നെ 10,000 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസും മറ്റുമെല്ലാം തന്നെ വളരെയേറെ സംഭാവനകൾ, പണം ആവശ്യമുള്ള കാര്യമാണ്. ഉദാരമായ നിലക്ക് മനസ്സ് തുറന്നും കൊണ്ട് സുമനസ്സുകളായ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതേപോലെ തന്നെ മറ്റന്നാൾ ജൂലൈ 6-ാം തീയതി ഇവിടെ ലേൺ ദ ഖുർആൻ്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരും അതിൽ ഭാഗഭാക്കാകണം. അതിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മറ്റന്നാൾ 9:30 മുതൽ 11:30 മണി വരെയാണ് ആ പരീക്ഷയുള്ളത്. എല്ലാവരും അതിൽ ഭാഗഭാക്കാകണം. അതേപോലെ തന്നെ എത്രയോ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.